Welcome to XY's Malayali's channel. Don't forget to subscribe. ഇൻഡിഗോ ഫ്ലൈറ്റ് ക്യാൻസലേഷനാൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. എല്ലാ എയർപോർട്ടുകളിലും യാത്രക്കാരുടെ തിക്കും തിരക്കും ബഹളങ്ങളും കാരണം ഓരോ യാത്രക്കാരനും വളരെയധികം വിഷമവും സാമ്പത്തികവും സമയനഷ്ടവും അനുഭവപ്പെട്ടു. ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിലെ യാത്രക്കാർ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ധാരണ സാധാരണ യാത്രക്കാർക്ക് ഉണ്ടാവില്ല. ഭൂരിപക്ഷം യാത്രക്കാരും വളരെ വേഗത്തിൽ എത്തണമെന്നും ഉദ്ദേശിച്ച കാര്യം നടത്തി തിരിച്ചു പോരണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് കൂടുതൽ പൈസ ചെലവാക്കി വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ ഒരുപെടുന്നത്. ആ സമയത്താണ് ഇടുത്തി വീഴുന്ന പോലെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന വിവരം ലഭിക്കുന്നത്. അപ്പോൾ യാത്രക്കാരിൽ വളരെയധികം പേരും പാനിക് ആകുന്നത് നേരിൽ കാണാം. എന്തുകൊണ്ട് ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് ഇക്കാര്യം യാത്രക്കാരുടെ മൊബൈലിലേക്കും മെസ്സേജ് ചെയ്തുകൂടാ? ആധുനിക കാലത്ത് എത്രയെത്ര മാധ്യമങ്ങളാണുള്ളത് ജനങ്ങളിലേക്ക് വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ എത്തിക്കാൻ. അങ്ങനെയാകുമ്പോൾ യാത്രക്കാർക്ക് എയർപോർട്ടിന്റെ അകത്ത് കയറാതെ ഒന്നുമില്ലെങ്കിലും പുറത്ത് വിശ്രമിക്കുകയെങ്കിലും ചെയ്തുകൂടെ? മറ്റ് രാജ്യങ്ങളിലേക്കോ നഗരങ്ങളിലേക്കോ പോകുന്നവർക്ക് ഏറ്റവും വലിയ കുഴപ്പം കണക്ഷൻ ഫ്ലൈറ്റ് നഷ്ടപ്പെടലാണ്. അതിനാൽ യാത്രയുടെ മുഴുവൻ പ്ലാൻ തന്നെ കലങ്ങിപ്പോകും. പുതിയ ടിക്കറ്റിനുള്ള ഓട്ടം, എപ്പോൾ പുറപ്പെടും എന്ന ആശങ്ക എന്നിവ യാത്രക്കാരിൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഫ്ലൈറ്റ് റദ്ദാക്കുമ്പോൾ കസ്റ്റമർ ഡെസ്കിലും ഹെൽപ്പ് ലൈനിലും വലിയ തിരക്കായിരിക്കും. പലർക്കും മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. വിവാഹം, അന്തിമകർമ്മം, പ്രധാന മീറ്റിംഗ്, ആശുപത്രി അപ്പോയിന്റ്മെന്റ് എന്നിവ പോലുള്ള അനിവാര്യ കാര്യങ്ങൾ നടക്കാതെ പോകും. വിസ സമയം, താമസ സൗകര്യം, അധിക ചെലവ് മുതലായവ കാരണം വിദേശ യാത്രക്കാരിൽ ഇരട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലപ്പോഴൊക്കെ ഇരട്ട ചിലവ് വരും. ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം അകത്ത് കയറി കഴിഞ്ഞാൽ എത്ര AC വർക്ക് ചെയ്താലും ആളുകളുടെ ബഹുല്യം കാരണം ഇരിക്കാനോ നിൽക്കാനോ സ്ഥലമില്ലാതെ യാത്രക്കാർ വിഷമിക്കുന്നത് കാണാം. കുട്ടികളുള്ള യാത്രക്കാരുടെ വിഷമങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർ ബഹളമുണ്ടാക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്ന് വിവരങ്ങൾ വിശദമാക്കാൻ എത്തുക. വരുന്നത് പലപ്പോഴും ഏറ്റവും പുതിയതായി ജോലിക്ക് കയറിയ ട്രെയിനുകളായിരിക്കും. വീർപ്പുമുട്ടിക്കിടക്കുന്ന യാത്രക്കാർ അപ്പോഴേക്കും തട്ടിക്കയറി തുടങ്ങിയിരിക്കും. പകച്ചുപോകുന്ന ഉദ്യോഗസ്ഥന് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കാതെ പോവുകയും തട്ടിക്കയറുന്ന യാത്രക്കാർ കയ്യാങ്കളി വരെ ചിലപ്പോൾ നടത്തിയെന്നിരിക്കും. ഇനി ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താൽ പെട്ടികൾ തിരിച്ചു കിട്ടുവാനുള്ള പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതായി യാത്രക്കാരെ അറിയിച്ചാൽ അവർ മറ്റു കമ്പനികളിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയോ അതുമല്ലെങ്കിൽ ട്രെയിൻ വഴിയോ റോഡ് മാർഗമോ യാത്ര തരപ്പെടുത്തിയാൽ റദ്ദു ചെയ്യപ്പെട്ട ഫ്ലൈറ്റ് കമ്പനിക്ക് കിട്ടിയ പൈസയെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരികയും കൂടാതെ അടുത്ത ഫ്ലൈറ്റ് യാത്രക്കാർ ഇല്ലാതെ പറക്കേണ്ടതായും വന്നേക്കാം. Thank you for watching.